എല്ലാവർക്കും നമസ്കാരം. 2 ദിവസത്തെ തഞ്ചാവൂർ കുംഭകോണം യാത്രയുടെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പം ആ 2 ദിവസത്തെ കാഴ്ചകൾ ഒരു 15 മിനിറ്റിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ രാത്രി 12 മണിക്കാണ് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ട്രെയിൻ കയറിയത്. 9 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 9:30 ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ. എന്നാലും വലിയ കുഴപ്പമില്ല, ഒരുപാട് നേരമൊന്നും വൈകിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാനുകളൊന്നും തെറ്റാനായിട്ടുള്ള വഴിയില്ല. ഇപ്പം നമ്മളിവിടെ ഇറങ്ങി, നമ്മളുടെ വണ്ടി ഓൾറെഡി നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു യാത്രയിൽ 21 പേരാണ് കേട്ടോ ഉള്ളത്. ഒരുപാട് പേരുടെ ആഗ്രഹമാണ് തഞ്ചാവൂർ പെരിയ കോവിലൊന്ന് കാണുക എന്ന് പറയുന്നത്. സോ ആ ഒരു ആഗ്രഹം കൊണ്ട് തന്നെ വന്നിട്ടുള്ള എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഹോട്ടലിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇനി നേരെ ഒന്ന് ഫ്രഷ് ആവണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അവിടെ നിന്നും നമുക്ക് ഇറങ്ങണം. 12 മണിയോടുകൂടെയാണ് ഞങ്ങൾ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇപ്പം ഇറങ്ങിയിട്ടുള്ളത്. നേരെ തന്നെ കുംഭകോണത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം ഈ ഒരു യാത്ര എന്ന് പറയുന്നത് കൂടുതൽ ടെമ്പിൾ വിസിറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും പക്ക ട്രഡീഷണൽ കോസ്റ്റ്യൂമിലാണ് വന്നേക്കുന്നത്. നോർമൽ ഒരു ടൂർ പോകുന്നത് പോലെയല്ല കേട്ടോ. എല്ലാവരും കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്പോട്ടിൽ വന്നിരിക്കുകയാണ്, കുംഭകോണം. എന്താ പറയുക, ധാരാസുരം ഐരാവതേശ്വര ക്ഷേത്രം. അപ്പോൾ നമ്മുടെ ആളുകളൊക്കെ റെഡി ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിനി ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പം നമ്മളിതേ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. നട്ടുച്ചയാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് എല്ലാവരും നല്ല ചൂടും ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മഴയൊക്കെ തുടങ്ങേണ്ട സമയമായി. മഴ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇന്നൊന്നും മഴയില്ല. ഞാൻ നല്ല ടെൻഷൻ അടിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കാരണം മഴയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാനോ ഒന്ന് എന്താ പറയുക, അത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ എന്തായാലും മഴയൊന്നുമില്ല, നല്ല ചൂടാണ് എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എല്ലാവരും ഇത് കണ്ട വഴി തന്നെ നമുക്കിത് കാണുമ്പോൾ തന്നെ ഫ്രണ്ട് ഭാഗം കാണുമ്പോൾ തന്നെ ഒരു അത്ഭുതമാണ്. അത്രയും വലിയ ക്ഷേത്രമാണ്, ഫുൾ കരിങ്കല്ല് അങ്ങനെ. അപ്പം ആ ഒരു ഭംഗിയിൽ തന്നെ എല്ലാവരും ഫ്രണ്ടിൽ നിന്ന് തന്നെ ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും വളരെ ട്രഡീഷണൽ സാരി, ധാവണി അങ്ങനെയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഫുൾ ഫോട്ടോയും. കാരണം ഇവിടെ ഈ ഒരു പ്രത്യേകമുള്ള ക്ഷേത്രത്തിൽ വരുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു വേഷത്തിൽ ഫോട്ടോ എടുക്കുമ്പോൾ പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ഭംഗിയാണ്. കണ്ടോ, നമ്മുടെ മൃദു ചേച്ചിയൊക്കെ കണ്ട ഭയങ്കര സുന്ദരിയായിട്ട് എല്ലാവരും കേട്ടോ. ഇനി ഞാൻ ഇതിനു മുമ്പ് അവൻ എന്നെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഇത് മൃദു ചേച്ചിയാണ് എനിക്ക് വീഡിയോ എടുത്തേക്കുന്നത്, ഞാൻ നിന്നെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളെല്ലാവരും ഈ ഒരു കോസ്റ്റ്യൂം അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ്. ഇനി ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് സോളോ ട്രിപ്പായിട്ടാണ്. പക്ഷേ ഇത്തവണ കൂടെ 21 പേരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രാവൽസ് ചെയ്യുകയാണ് ഒരു 8 വർഷമായിട്ട്. അപ്പം ഇങ്ങനെ മാസത്തിൽ ഓരോ ട്രിപ്പുകൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ ഒരുപാട് സന്തോഷമുണ്ട്. കുറേ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ പുതിയ ആളുകളൊക്കെ നമ്മളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. കാരണം നമ്മളുടെ ഫാമിലി ഇങ്ങനെ വലുതാവുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. അപ്പം എന്തായാലും ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട, അതായത് എല്ലാ ഭാഗവും ഭംഗി തന്നെയാണ്, എല്ലാ ഭാഗവും വളരെ ഭംഗിയാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ഷേത്രം ഫുള്ള് എടുക്കുന്നില്ല. കണ്ടോ, ഇതെല്ലാം ഫോറിനേഴ്സാണ്. അവർ ഫുള്ളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് കാണും. പക്ഷേ ഇവിടെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ആളുകൾ വന്നിട്ട്, അതായത് ഞങ്ങളൊരു റീലൊക്കെ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ളിൽ. പക്ഷേ ഞങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആ സെക്യൂരിറ്റി സമ്മതിച്ചില്ല. അപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. ഇവിടെ നിന്നാണ് നമ്മളുടെ ആ റീലും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ ഇവിടെ നല്ല അതായത് ഉച്ചയ്ക്ക് നമ്മൾ ഉള്ളിലേക്ക് കയറിയെങ്കിലും കുറേ നേരം ചുറ്റി നടന്ന് കണ്ടും വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തും ഒക്കെ 4 മണി വരെ നമ്മൾ അങ്ങനെ നിന്നു. 4 മണിക്കാണ് ക്ഷേത്രം തുറന്നത്. അപ്പോൾ അങ്ങനെ തൊഴുതിട്ടാണ് നമ്മളിപ്പോൾ പുറത്തിറങ്ങിയത് കേട്ടോ. അതുകൊണ്ട് കുറേ നേരം ഇവിടെയൊക്കെ നമ്മൾ വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ധാരാസുരം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഒരുപാട് നെയ്ത്തുകാരുണ്ട്, സാരി നെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഇപ്പം നമ്മളൊരു ഗ്രാമത്തിൽ പോകുമ്പോൾ അവിടെ നെയ്യുന്ന, സാരി നെയ്യുന്ന അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടെങ്കിൽ നമ്മൾ അതും എല്ലാവരെയും കാണിക്കണമല്ലോ. ഞാൻ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇഷ്ടമുള്ളവർക്കൊക്കെ സാരി മേടിക്കാം, ആ ഒരു രീതിയിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ നമ്മളുടെ ആ ഒരു ടേസ്റ്റിന് പറ്റുന്ന രീതിയിലുള്ള സാരികളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ഒരുപാട് ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ല. കുറച്ച് സാരികളൊക്കെ മേടിച്ചുള്ളൂ. പക്ഷേ ഇങ്ങനെ നോക്കിയ ഒരു കല്യാണത്തിന് പണ്ടൊക്കെ ഇങ്ങനെയല്ലേ,
എനിക്ക് അങ്ങനെ ഒരു ഫീൽ, ഇതെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ വട്ടണഞ്ഞിട്ട് സാരി നോക്കുന്നത് കാണാൻ തന്നെ ഒരു രസമുണ്ട് കേട്ടോ. ഇത് നല്ലൊരു അനുഭവമായിരുന്നു. എനിക്ക് വീഡിയോയിൽ വിഷ്വൽ എടുക്കുമ്പോഴും ആ ഒരു പഴയ ഓരോ ഓർമ്മയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആദി കുംഭേശ്വര ക്ഷേത്രം എന്ന് പറയുന്ന ആ ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ പണി നടക്കുന്നത് കൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള വീഡിയോയും കാര്യങ്ങളും ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ മറ്റൊരു ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇത് സാരംഗവാണി എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. അപ്പം ഇത് വലിയൊരു ക്ഷേത്രമാണ് കേട്ടോ. വലിയ ഗോപുരം നമുക്ക് ആദ്യമേ കാണാൻ പറ്റി. ഇതുവരെയൊക്കെ നമ്മൾ ശിവൻ്റെ ക്ഷേത്രങ്ങളിലാണ് പോയിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒരു വിഷ്ണു ഭഗവാന്റെ ഒരു ക്ഷേത്ര സന്നിധിയിലേക്ക് നമ്മളങ്ങനെ എത്തി. അത് കഴിഞ്ഞ് നന്നായിട്ട് തൊഴാനായിട്ട് പറ്റി. തൊഴുതിപ്പം പുറത്തേക്ക് ഇറങ്ങുവാണ്. കണ്ടില്ലേ ഗോപുരം കണ്ടോ? ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ കാലഘട്ടത്തിൽ എത്ര ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ശരിക്കും തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ പോരാ അല്ലേ, അത്രയും അത്ഭുതം തന്നെയാണ്. എന്തായാലും ഈ ഒരു വൈകുന്നേരം ആയതുകൊണ്ട്, അതായത് വെയിലും ചൂടും ഒക്കെ മാറി ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് കേട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിറയെ തത്തകളിങ്ങനെ, അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്, നിറയെ തത്തകളായിരുന്നു. അവരിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ വൈകുന്നേരം വെയിലൊക്കെ അറിയാതിൻ്റെ ആ ഒരു സൺസെറ്റിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു ഇതിലൂടെ നടക്കാനായിട്ട്. അതും വലിയൊരു ക്ഷേത്രം കൂടെ ആയതുകൊണ്ട് നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ് ഇതിലൂടെ നടക്കുമ്പോഴത്തേക്ക്. കുറച്ച് പേരൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു, നമ്മൾ നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നേരെ നമ്മൾ ഇപ്പോൾ പെരിയ കോവിലിൻ്റെ മുമ്പിലാണ് എത്തി നിൽക്കുന്നത്. നിർബന്ധമായിരുന്നു, അതായത് എല്ലാവരുടെയും ഈ ഒരു വൈകുന്നേരത്തെ ലൈറ്റൊക്കെ ഇട്ടിട്ടൊന്ന് കാണിക്കണം എന്നുള്ളത്. പ്രത്യേകിച്ച് നാളെ രാവിലെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് കണ്ടാൽ മതി. പക്ഷേ ഏതൊരാളും തഞ്ചാവൂർ വരുമ്പോൾ ഈ പെരിയ കോവിൽ വൈകുന്നേരത്തെ ലൈറ്റ് ഇട്ടുള്ളതൊന്ന് കാണുക തന്നെ വേണം. ഇപ്പം നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നതാണ്. ഞാൻ ഒരുപാട് നേരം വീഡിയോ എടുത്തില്ല ഉള്ളിൽ. അപ്പോൾ ആ തിരിച്ചു പോകുന്ന നമ്മളുടെ ഹോട്ടലിലേക്ക് പോകുന്ന വഴി, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ തന്നെ നിറയെ ഇങ്ങനെ തഞ്ചാവൂർ ബൊമ്മകൾ, തലയാട്ടി ബൊമ്മകൾ എന്നൊക്കെ പല പേരുകളും ഉണ്ട് കേട്ടോ. പലതരം ബൊമ്മകളും ഉണ്ട്. അപ്പം ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിൽ വരുമ്പോഴും അവിടുത്തെ ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ അവിടുത്തെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കുക എന്നുള്ളതൊരു യാത്രയുടെ കൂടെ ഭാഗമാണല്ലോ. അപ്പം എല്ലാവരും ഇവിടുന്നേ പോകുമ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ റൂമിലെത്തിയത്. ഇനി ഇത് സെക്കൻഡ് ഡേ ആണ്. ഉണ്ടോ സുന്ദരി പണികളായിട്ടല്ലേ, ശരിക്കും എന്ത് ഭംഗിയല്ലേ ഈ തമിഴ്നാട് അല്ലെങ്കിൽ പട്ടുസാരി രാവിലത്തെ ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോവുക എന്ന് പറയുന്നത്. അതിനേക്കാൾ ഭംഗിയുള്ള വേറൊരു കാഴ്ചയില്ല അല്ലേ. ഇവിടെയാണെന്നുണ്ടെങ്കിലോ പലതരം പൂക്കളാണ്, അതായത് മുല്ലപ്പൂവിൽ തന്നെ പല വെറൈറ്റികളുണ്ട്. അപ്പം പക്ഷെ വിലയ്ക്ക് വലിയ കുറവൊന്നുമില്ല. നമ്മൾ വിചാരിക്കും തമിഴ്നാട്ടിലെ മുല്ലപ്പൂവിനൊക്കെ വില കുറവാകുമെന്നല്ലേ. 60, 70 അങ്ങനെയൊക്കെയാണ് ഒരു മുഴത്തിന്. അപ്പം നമ്മുടെ നാട്ടിൽ പോലും എനിക്ക് തോന്നുന്നു നമുക്ക് ഓണം ടൈം അല്ലെങ്കിൽ ആ ഒരു ഫെസ്റ്റിവൽ ടൈമിലൊക്കെ നല്ല പൂക്കൾക്കൊക്കെ റേറ്റ് കൂടും. പക്ഷേ നോർമൽ ഡേയ്സിലൊന്നും അത്രയൊന്നും ഉണ്ടാവാറില്ലല്ലോ. പക്ഷേ ഇവിടെ എപ്പോഴും റേറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു. ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഉള്ളിലും നമുക്ക് ഫോട്ടോ എടുക്കാം, പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് അനുവാദമില്ല. ഞങ്ങൾ പക്ഷെ എന്നാലും ആരും കാണാതെ ഒക്കെ ചെറിയ രീതിയിലൊക്കെ കുഞ്ഞു വീഡിയോ റീലൊക്കെ എടുത്തിട്ടാണ് നമ്മളിപ്പം ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. തിരിച്ച് ഞാൻ പറഞ്ഞ ഇതിന് മുമ്പും ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ടും തഞ്ചാവൂർ പെരിയ കോവിലിൻ്റെ വലിയ രീതിയിലുള്ള വീഡിയോ, അതായത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് ഡീറ്റെയിലേക്കൊന്നും പോവാഞ്ഞത്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം, വേണ്ടവർ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി കേട്ടോ. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് എത്തിയിട്ടുള്ളത്. എന്താ കഴിക്കണ? ദോശ. എങ്ങനെയുണ്ട്? അടിപൊളി. കഴിച്ചു കഴിഞ്ഞാ? ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഗംഗൈകൊണ്ട ചോളപുരം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ പേരാണെന്നും പറയാം, ഒരു നഗരത്തിൻ്റെ പേരാണെന്നും പറയാം. പണ്ട് കാലത്ത് ഇതൊരു നഗരമായിരുന്നു. ഒരുപാട് ആക്രമണങ്ങളും ഒക്കെ നടന്ന് ആ ഒരു ഗംഗൈകൊണ്ട ചോളപുരം എന്ന ക്ഷേത്രം മാത്രമാണ് അവശേഷിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നും ആ ക്ഷേത്രത്തിന് ഈ ഒരു പേര് തന്നെ നിലനിൽക്കുന്നത്. ഇവിടെ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടില്ല, ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വരാനായിട്ട് ഒരു ഭയങ്കര ഒരു ത്രില്ലായിരുന്നു. കാരണം കാണാത്തത് കാണുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ സന്തോഷം. പക്ഷേ ഇവിടെ വലിയ രീതിയിൽ പാട്ടൊക്കെ വെച്ച് എന്തോ പരിപാടി നടക്കുന്നത് പോലെ തോന്നി.
നല്ല ചൂടുണ്ട്. ഇപ്പോൾ സമയം നട്ടുച്ചയാണ് നമുക്ക്. കാരണം കുംഭകോണത്തുനിന്നും ഒരു 35-40, അതായത് തഞ്ചാവൂരിൽ നിന്ന് നമ്മൾ ഒരു 75ഓളം കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇപ്പം നമ്മൾ ഗംഗൈകൊണ്ട ചോളപുരത്ത് എത്തിയേക്കുന്നത്. ഏറ്റവും വലിയ നന്ദി, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഏകദേശം ഒരു 1000 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത 13 അടി ഉയരമുള്ള, അല്ലെങ്കിൽ അത്രയും ഉയരത്തിലുള്ള ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തൊഴാനായിട്ട് നിന്നു. കുറച്ചധികം നേരം വരി നിന്നു. അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു, അതായത് പാലഭിഷേകം. അതൊന്ന് കാണാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് വേറെയും കുറേ അഭിഷേകങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാലാണ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു വലിയൊരു തളം പോലെയാണ് അത് ചെയ്തേക്കുന്നത്. അതിനകത്തോട്ടാണ് വരുന്നത്. കുറേ നേരം നമ്മളത് കണ്ടു. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഒത്തിരി പേരത് വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ ഈ പ്രതിഷ്ഠയുടെ ഒരു മെയിൻ പ്രതിഷ്ഠയുടെ ഒരു വീഡിയോ എടുക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു ശീലം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തില്ല. എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം, അതും വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഈ ഒരു പൂജയിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് വന്നതല്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലക്കി ആയിട്ടുള്ള ആളുകളാണ്. കാരണം അങ്ങനെയുള്ളൊരു പ്രത്യേക ദിവസത്തിൽ ക്ഷേത്രത്തിൽ തൊഴാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ഭാഗ്യമല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അത് വളരെ ഹാപ്പി. എല്ലാവരും ആ ഒരു അഭിഷേകമൊക്കെ കണ്ട് വളരെ നിർവൃതിയോടുകൂടെയാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയത്. കുറച്ച് നേരം അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പം ഇവിടെ ഒന്നും സെക്യൂരിറ്റിക്കാർ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല. ഫോട്ടോ മാത്രമാണ് നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് സെക്യൂരിറ്റി ഞങ്ങളെ കയ്യോടെ പൊക്കിയിട്ട് ഇങ്ങനെ വളരെ ഒന്നും അറിയാത്ത പോലെ ഞങ്ങളിങ്ങനെ പോവുകയാണ്. അങ്ങനെ നേരെ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. ഇവിടെ നല്ല കുറേ പേര് മീൽസാണ് പറഞ്ഞത്, കുറേ പേര് ബിരിയാണി പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് വൈകുന്നേരം 6 മണിക്കാണ് നമുക്ക് റിട്ടേൺ ട്രെയിൻ ഉള്ളത്. ഇനി നമ്മളുടെ അജണ്ടയിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് തഞ്ചാവൂർ. ഇപ്പോൾ തഞ്ചാവൂരിലാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത്. തഞ്ചാവൂരിലെ മറാത്ത പാലസ്. അപ്പോൾ അതാണ് തഞ്ചാവൂരിലെ ബിഗ് ടെമ്പിൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണാനുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വന്നു. 50 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. ഇതും ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വിഗ്രഹങ്ങളും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിവിടെ വീണ ഉണ്ടാക്കുന്നത് തഞ്ചാവൂരിൻ്റെ വളരെ സ്പെഷ്യലാണ്. വളരെ പുരാതന കാലം തൊട്ടേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരുടെ കുലത്തൊഴിലാണ്. അപ്പോൾ അത് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ വളരെ കുറവാണ്. പക്ഷെ എന്നാലും നമുക്കത് കാണാനായിട്ട് പറ്റി. അപ്പോൾ വളരെ ചെറിയൊരു സൗകര്യത്തിലൊക്കെയാണ് ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരെ ഇറങ്ങുവാണ്. ഏകദേശം നമ്മളുടെ ട്രെയിനിൻ്റെ സമയമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇതും ഒരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ കാപ്പി, ഇവിടുത്തെ ഫേമസ് ആണ്, കുംഭകോണത്താണ് ഫേമസ് ആയിട്ടുള്ളത് കുംഭകോണം കാപ്പി. പക്ഷേ ഇവിടെ നമുക്കത് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ തഞ്ചാവൂരിൽ അത് അവർ പൊടിച്ച് കൊടുക്കുവാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ പൊടി വാങ്ങിയിട്ടുണ്ട്. ഒരുവിധം എല്ലാവരും വാങ്ങിയിട്ടുണ്ട്, കാപ്പി ലവേഴ്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു റേറ്റും കുറവാണ് കമ്പാരിറ്റീവ്ലി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ സ്ഥലങ്ങൾ മാത്രമല്ല അവിടുത്തെ രുചിയും കൂടെ ആസ്വദിക്കുമ്പോഴാണ് ആ ഒരു യാത്ര കംപ്ലീറ്റ് ആവുന്നത് അല്ലേ. അപ്പോൾ അതും കൂടെ എല്ലാവരും തിരിച്ചു പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടുകാർക്കും കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെയും ഭാഗമായിട്ട് നമ്മൾ ഒരുവിധം എല്ലാവരും സ്വീറ്റ്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക്, നമ്മുടെ 6 മണിക്കാണ് ട്രെയിൻ, 6:25 ട്രെയിന്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പിയാണോ?
എനിക്കും ഒരുപാട് സന്തോഷം ഒരു യാത്രയും കൂടെ മനോഹരമായിട്ട് ചെയ്യാൻ സാധിച്ചതിൽ. അപ്പോൾ നമ്മുടെ കൂടെ ഇതേപോലെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ ഇവിടെ കൊടുത്തേക്കാം. അപ്പം ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മാസത്തിലൊരു ട്രിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.